രണ്ടാമത്തെ ദിവസമായി നബി തങ്ങൾ ചോദിക്കുന്നു മാതാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ? സുമാമയുടെ മറുപടി എപ്പോഴും മുഹമ്മദ് എനിക്ക് സുഖമാണ്, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. നബിതങ്ങൾ മിണ്ടാതെ പോയി. മൂന്നാമത്തെ ദിവസം നബിതങ്ങൾ വന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു സുമാമ നിനക്ക് സുഖമാണോ? അന്നത്തെ മറുപടിയും അത് തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു സ്വഹാബാ അഴിച്ചു വിട്ടേക്ക് സഹാബാ, വെറുതെ വിട്ടേക്ക് സ്വഹാബാ. സുമാമ ചിരിക്കുന്ന മുഖത്തേടെ എഴുന്നേക്കുകയാണ്. നബി തങ്ങൾ പറയുന്നു വെറുതെ വിട്ടേക്കാൻ. നബി പറയുകയാണ് വെറുതെ വിട്ടേക്കാൻ. പടച്ചവനെ സുമാമ ഇറങ്ങുകയാണ്. സ്വഹാബത്തിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പരിഭവമാണ്. അവരുടെ മുമ്പിലൂടെ ചിരിക്കുന്ന മുഖത്തോട് നീ ഒന്നും ചെയ്തില്ലല്ലോടാ എന്ന രീതിയിൽ സുമാമ ഇറങ്ങി പോവുകയാണ്. നബിതങ്ങളൊന്നും മിണ്ടിയില്ലടോ, അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ലടോ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ സുമാമ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ സുമാമ അവിടെ നിന്ന് പുതുവസ്ത്രം ധരിക്കുകയാ, തന്റെ കൈകാലുകൾ കഴുകുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് സുമാമ തിരിച്ചു വരികയാ. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.